ഇനി കൂൺ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു റൈസ് ഉണ്ടാക്കി നോക്കിക്കോളൂ. കുക്കറിൽ ഒറ്റ വിസിൽ മതിയാകും. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. കുക്കറിൽ ചെയ്യുന്നത് കൊണ്ട് വിസിലിൻ്റെ എണ്ണവും അളവുകളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. കൂടെ തന്നെ ഒരല്പം നെയ്യൂടെ ഒഴിക്കുക. ഇനി ഇതിൽ കുറച്ച് ഗരം മസാല ഐറ്റംസ് കൂടെ ചേർക്കാം. 2 ഏലക്ക, 4 ഗ്രാമ്പു, 2 കഷ്ണം കറുവാപ്പട്ട, 1 ബേ ലീഫ്, തക്കോല 1, 1/2 സ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ടുണ്ട്. കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞ് 2 മീഡിയം സൈസ് സവാള. കൂടെ തന്നെ കുറച്ച് പച്ചമുളക് ചേർക്കുക. എരിവിനായിട്ട് പച്ചമുളകാണ് ഉപയോഗിക്കേണ്ടത്. എരിവിനനുസരിച്ച് ചേർക്കുക. കൂടെ കുറച്ച് കാഷ്നട്ട് ചേർക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഈ റൈസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാഷ്നട്ട് കഴിക്കുമ്പോൾ ആ ഫ്ലേവറൊക്കെ പിടിച്ച കാഷ്നട്ടായിരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് വഴന്ന് വരണ്ട. എന്നാൽ ഒട്ട് പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. സവാള പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുതിന ചേർക്കുക. 1 കൈപ്പിടി പുതിന ചേർത്തിട്ടുണ്ട്. പുതിന ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് ഇത് വാടി കിട്ടിക്കോളും. പുതിന ഈ എണ്ണയിൽ വഴറ്റുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറുണ്ട്. കുറച്ച് സെക്കൻഡ് മതിയാകും. അതായത് ഇലയൊക്കെ നല്ലവണ്ണം ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതോട് ചേർക്കാം. ഇനി ഇതൊന്ന് പച്ച ടേസ്റ്റ് മാറുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ പെട്ടെന്ന് ആയിക്കോളും. പേസ്റ്റ് ആയത് കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. സവാളയും ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. പുതിന കുറച്ച് സെക്കൻഡുകളെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ആയിക്കോളും. അതുമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. ഇതും കുറച്ച് സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു 10-15 സെക്കൻഡ് മതിയാകും. ഇനി ഇതിലോട്ട് കൂൺ ചേർക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം മഷ്റൂമാണ്. ഇനി ഈ മഷ്റൂം ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി നേരം ഒന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാകും. ഏകദേശം 1 മിനിറ്റോളം വേണ്ടി വരും. ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിയുടെ അളവിന് ഇതുപോലെ 200 ഗ്രാമോ 250 300 ഗ്രാമോ മഷ്റൂം ചേർക്കാവുന്നതാണ്. തീരെ കനവില്ലാതെ അരിഞ്ഞെടുക്കരുത്. ഒരല്പം കനത്തിൽ അരിഞ്ഞെടുക്കുക. ഇതായത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പച്ചപ്പട്ടാണി ചേർത്തിട്ടുണ്ട്. അരയോ മുക്കാലോ 1 കപ്പോ ചേർക്കാം. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. കൂടെ തന്നെ ബസുമതി റൈസ് ചേർക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പാണ്. അരി വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെക്കേണ്ട. നല്ലവണ്ണം കഴുകി ഇതുപോലെ അരിപ്പ പാത്രത്തിൽ വെച്ചിരുന്നു. അതൊരു 5 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെറുതായിട്ട്. വഴറ്റൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി കൂടെ തന്നെ ഗരം മസാല പൊടി ചേർക്കുവാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം പൊടിച്ചതാണ്. ഇത് റെഡിമെയ്ഡ് പൗഡറല്ല. മുക്കാലോ 1 സ്പൂണ് ചേർക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന റൈസ് ഈ കപ്പ് 250 ml 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതേ കപ്പിന് വേണം. ഇനി തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. 1 കപ്പിന് 1.5 എന്നുള്ള അളവിൽ ഞാനിവിടെ 2.25 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ 1-ാം പാലെന്നോ 2-ാം പാലെന്നോ ഒന്നും ഇല്ലാതെയാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു 2 കപ്പ് തേങ്ങ എടുത്തിട്ട് ചെറു ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് ഒരു 2.25 കപ്പ് വരുന്ന രീതിയിൽ പിഴിഞ്ഞെടുക്കുമായിരുന്നു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീര് കുരുവില്ലാതെ ഒഴിക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് ഒരല്പം മുന്നേ നിൽക്കുന്ന രീതിയിൽ പാകപ്പെടുത്തണം. ഇനി തീയെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് കുക്കർ അടച്ച് വയ്ക്കുക.
മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് ഒറ്റ വിസിൽ മതിയാകും. ഇതിൽ ഒറ്റ വിസിൽ വന്ന ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ തന്നെ തുറക്കരുത്. ഒരു 4-5 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം അതിൽ പ്രഷർ കാണും. അത് ആ വെയിറ്റ് പൊക്കി വിട്ടുകൊണ്ട് ബാക്കി പ്രഷർ മൊത്തം കളയുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് റൈസ് വെന്തിരിക്കും. ഇതിപ്പോൾ ഒട്ടും കുഴയാതെ വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂടൽപ്പം ആറിയിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഒന്നൊന്നേ തൊടാതിരിക്കും. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ചൂടോടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ചൂടോടുകൂടി നനവില്ലാത്ത ചെറുതായിട്ട് കട്ട് ചെയ്ത് മല്ലിയിലൂടെ ചേർക്കുക. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 ലിറ്ററിൻ്റെ കുക്കറാണ്. ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ച് എടുക്കുന്ന സമയവും വിസിലിൻ്റെ എണ്ണത്തിലൊക്കെ അല്പം വ്യത്യാസം ഉണ്ടാകാം. പിന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ അനുസരിച്ച് ഇത്ര വിസിലടിച്ചാലും ഇത്ര സമയം എടുത്താലും ബസ്മതി റൈസ് വേകാനുള്ള സമയമായി എന്ന് അറിയാവുന്നവരുണ്ടല്ലോ, അവർ അവരുടെ കുക്കറിൻ്റെ അനുസരിച്ച് പാകം ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ റൈത്ത ആയാലും മതി, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.